ഇവന്മാർ 4 ചെറുപ്പക്കാരും കൂടെ അച്ഛൻ്റെ തലയുടെ പുറത്തോട്ട് അങ്ങോട്ട് കൈവച്ചതിന് ശേഷം ഇവരൊരു സ്തുതിപ്പങ്ങോട്ട് തുടങ്ങി. അച്ഛൻ പറയും, എനിക്ക് അരോചകമായി. കാരണം ഹാലേലുയ ഹാലേലുയ എന്ന് പറഞ്ഞു വച്ച് കാറുകയാണ്. ഇടയ്ക്ക് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ 2 എണ്ണം കരയുന്നുണ്ട്. 2 എണ്ണത്തിൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് ഒഴുക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ അച്ഛനെ ഇപ്പോൾ സുഖപ്പെടുത്തിയേ പറ്റൂ, നാളെയല്ല ഇപ്പോൾ സുഖപ്പെടുത്തിയേ പറ്റൂ. അച്ഛൻ അത്ഭുതമായി, ഇതെന്തൊരു പിടിവാശിയാണ്. ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു. കരങ്ങൾ വെച്ച് പ്രിയപ്പെട്ടവരെ 45ഓളം മിനിറ്റ് അവർ പ്രാർത്ഥിച്ചു. അച്ഛൻ പറയാണ് 40 മിനിറ്റ് അടുത്ത് വരുന്ന സമയത്ത് തൻ്റെ ലങ്സിൻ്റെ അകത്തേക്ക് ചൂട് വരുന്ന ഒരു അനുഭവം അച്ഛനുണ്ടായി. ശ്വാസകോശത്തിൽ ചൂട് വരുന്നത് പോലെ തോന്നി. അവർ പ്രാർത്ഥന അവസാനിപ്പിച്ച് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു പോയി. പിറ്റേന്ന് അച്ഛൻ ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛൻ എന്തിനാ വന്നത്? ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ. അച്ഛൻ പറഞ്ഞു, അല്ല ഡോക്ടർ, എൻ്റെ എക്സ്റേ ഒന്നുകൂടെ എടുക്കണം. കഴിഞ്ഞ ആഴ്ച എടുത്തതേ ഉള്ളൂ അച്ഛൻ, അതിൻ്റെ ആവശ്യമില്ല. അച്ഛൻ പറഞ്ഞു, മരിക്കാൻ പോകുന്ന ഒരു രോഗിയുടെ അവസാനത്തെ ആഗ്രഹമാണ് ഡോക്ടർ, ഒരു എക്സ്റേയും കൂടെ എടുക്കണം. ഓക്കെ പറഞ്ഞു. എക്സ്റേക്ക് വിട്ടു. എക്സ്റേ ടെക്നീഷ്യൻ നനഞ്ഞ ഫിലിവുമായിട്ട് കടന്നു വരികയാണ്. ഡോക്ടറിന്റെ കയ്യിലോട്ട് കൊടുത്തു. ഡോക്ടർ ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? പഴയ എക്സ്റേ എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാം എടുത്ത് ലൈറ്റിൽ വ്യക്തമായിട്ട് കാണാം. പുതിയ എക്സ്റേ പിടിച്ചിട്ട് ഡോക്ടർ ഇരുന്ന് വിറയ്ക്കുകയാണ്. കഴിഞ്ഞ എക്സ്റേയിൽ മുഴുവൻ ക്യാവിറ്റി, പുതിയ എക്സ്റേയിൽ പുതിയ 2 ലങ്സ് ഇരിക്കുകയാണ്. പുതിയ ഒരു പെയർ ഓഫ് ലങ്സ്, ശ്വാസകോശങ്ങൾ. ഡോക്ടർ ഒരു ചോദ്യം ചോദിച്ചു, അച്ഛാ സത്യം പറയണം, അച്ഛൻ എന്താണ് സംഭവിച്ചത്? അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി ഡോക്ടർ? അച്ഛന് നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനുള്ള ലങ്സ് ആണ് ഇപ്പോൾ കാണുന്നത്. ഒരു ക്യാവിറ്റി പോലും കാണുന്നില്ല, പരിപൂർണമായ ഹെൽത്തി ആയിട്ടുള്ള ലങ്സ് ആണ്. എന്താണ് സംഭവിച്ചത്? അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നത്. എന്നെ ഇന്നലെ 4 ആത്മായരായ സഹോദരങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ശ്വാസകോശത്തിൽ ചൂട് അനുഭവപ്പെട്ടു. എനിക്ക് തോന്നി എന്തോ സംഭവിച്ചു, അതറിയാനാണ് ഞാൻ കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അതിനുശേഷം നീണ്ട 55